സർവം കൃഷ്ണാർപ്പണമസ്തു. ദിവസേന 1,00,000 ആളുകൾ ദർശനം നടത്തുന്ന ക്ഷേത്രം, ഒരു ദിവസത്തിൽ കോടികൾ വരുമാനം ലഭിക്കുന്ന ദൈവം, ഭഗവാൻ ഇന്നും കടം തിരിച്ചടയ്ക്കുകയാണെന്നുള്ള വിശ്വാസമുള്ള സ്ഥലം. അതെ, ഇത് ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. എന്തുകൊണ്ട് ഇവിടെ തലമുണ്ടനം ചെയ്യുന്നു? എന്തുകൊണ്ട് ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ കണ്ണുകൾ നിറയുന്നു? ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ തിരുമല തിരുപ്പതിയുടെ യഥാർത്ഥ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകും. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ പൂർവ്വഘട്ട മലനിരകളുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന തിരുമല ഇതൊരു സാധാരണ തീർത്ഥാടന കേന്ദ്രമല്ല. ഇത് 7 ദൈവീക കുന്നുകൾ ചേർന്ന സപ്തഗിരിയാണ്. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, ആഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വൈകുണ്ഠാദ്രി. ഈ 7 കുന്നുകൾ ആദിശേഷന്റെ 7 തലകളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. അവസാന കുന്നായ വൈകുണ്ഠാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള സ്വാമി പുഷ്കരണി എന്ന കുളം ദൈവീകമായി വൈകുണ്ഠത്തിൽ നിന്ന് ഗരുഡൻ കൊണ്ടുവന്നതാണെന്ന് പുരാണം പറയുന്നു. കലിയുഗ ആരംഭത്തിൽ മഹർഷി ഭൃഗു ത്രിമൂർത്തികളിൽ ആര് ഉത്തമൻ എന്ന് പരിശോധിക്കാൻ പുറപ്പെട്ടു. വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ വിഷ്ണുവിനെ പരീക്ഷിക്കാൻ ഭഗവാന്റെ നെഞ്ചിൽ കാൽ വെച്ചു. അത് മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായ ശ്രീവത്സഭാഗമായിരുന്നു. കോപിതയായ ലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ടുപോയി. ലക്ഷ്മി ദേവിയെ തേടി മഹാവിഷ്ണു ഭൂമിയിൽ ശ്രീനിവാസനായി അവതരിച്ചു. തിരുമലയിൽ തപസ്സിനെത്തി. പിന്നീട് പത്മാവതിയായി അവതരിച്ച ദേവിയുമായി വിവാഹിതനായി. എന്നാൽ വിവാഹ ചെലവിനായി ധനവാനായ കുബേരൻ മുതൽ കടം വാങ്ങി എന്നാണ് വിശ്വാസം. ഇന്നും ആ കടം തീർക്കാനാണ് ഭക്തർ സമർപ്പിക്കുന്ന പണം എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഹിന്ദു ക്ഷേത്രമാണ്. വർഷത്തിൽ 1000 കോടി രൂപ വരുമാനം. ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം, ഡയമണ്ടുകൾ, പണം എല്ലാം ദൈവത്തിന് സ്വന്തം. ഇവിടെ നടക്കുന്ന ഹുള്ളി സമർപ്പണം ലോകത്തിലെ ഏറ്റവും വലിയ ദാന സംസ്കാരങ്ങളിലൊന്നാണ്. ദിവസേന 1000 ആളുകൾ തലമുണ്ടനം ചെയ്യുന്നു. ഇത് അഹങ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രതീകം. ഇവിടെ ലഭിക്കുന്ന പ്രസാദം തിരുപ്പതിന് GI ടാഗ് ലഭിച്ച പ്രസാദമാണ്. ക്ഷേത്രത്തിൻ്റെ ആദ്യ ചരിത്രരേഖ AD 966 പല്ലവരാജ്ഞി സമാവനം നൽകിയതാണ്. പിന്നീട് ചോള സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും ക്ഷേത്രത്തെ സമ്പന്നമാക്കി. 1517 വിജയനഗര ചക്രവർത്തിയായ കൃഷ്ണദേവരായ ക്ഷേത്രം സന്ദർശിച്ച് സ്വർണ്ണാഭരണങ്ങൾ സമർപ്പിച്ചു. ഇന്ന് ക്ഷേത്രഭരണം നടത്തുന്നത് തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണ്. തിരുമലയിൽ ദർശനം ഒരു അനുഭവമാണ്. കിലോമീറ്ററോളം നീളുന്ന ക്യൂ, ഗോവിന്ദ ഗോവിന്ദ എന്ന നാമജപം, സ്വർണ്ണാഭമായ ഗോപുരം, ഗർഭഗൃഹത്തിൽ കറുത്ത ശിലയിൽ ദർശനമായി നിൽക്കുന്ന ഭഗവാൻ, കലിയുഗ പ്രത്യക്ഷ ദൈവം. അവിടെ ചില സെക്കൻഡുകൾ മാത്രമേ നമ്മൾക്ക് ലഭിക്കുള്ളൂ. എങ്കിൽ ആ ദർശനം ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിൽക്കും. പ്രധാന ഉത്സവം ശ്രീ വെങ്കടേശ്വര ബ്രഹ്മോത്സവമാണ്. വൈകുണ്ഠ ഏകാദശി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഇതെല്ലാം വളരെ ആർഭാടപൂർവ്വം ആഘോഷപൂർവ്വം നടത്തുന്ന ഉത്സവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭക്തജന സമുദ്രമാകും. ഒരു വിശ്വാസമുണ്ട്, തിരുമലയിൽ ദർശനം നടത്തിയാൽ ദുരിതങ്ങളാകും. നിങ്ങൾ തിരുമല ദർശനം നടത്തിയിട്ടുണ്ടോ? കമൻറ്റിൽ ഗോവിന്ദ എന്നെഴുതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശ്രീ വെങ്കടേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.